ഹലോ ഓൾ. ഓക്കെ, സോ നമ്മൾ ഡിഗ്രി ലെവലിൻ്റെ മെയ് 16 മാത്ത് ക്വസ്റ്റ്യൻസ് നോക്കാൻ പോവാണ്. ഇത് ആക്ച്വലി കുറച്ച് ട്വിസ്റ്റഡ് ആണ്, പക്ഷേ കമ്പാരിറ്റീവ്ലി ഈസി തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ സമയം കളയാൻ വേണ്ടി അവർ തന്ന ചോദ്യമാണ്. ഓക്കെ, പക്ഷേ നന്നായിട്ട് അറിയുന്ന UPSC മാതിരിയുള്ള ഒരു എക്സാമിനൊക്കെ പഠിച്ച് അവരുടെ CSAT ഒക്കെ ചെയ്തവർക്ക് അത് ചിലപ്പോൾ എളുപ്പമായിരിക്കാം. നമുക്ക് നോക്കാം. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഡിജിറ്റ്, ഇപ്പോൾ ഒരു നമ്പറിന് 1 into 1 ലാസ്റ്റത്തെ നമ്പർ 1 ആണ് വരിക. 2 into 2 മാറും, 4 വരും. 3 into 3 9 ആവും. 4 into 4 16, അവസാനം 6 വരും. 5 into 5 ലാസ്റ്റ് വീണ്ടും 5 തന്നെ വരും. ഓക്കെ, സോ 1 5, പിന്നെ വേറൊരു നമ്പർ കൂടി ഉണ്ട് 6 into 6 36. സോ ഇത് മൂന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ജസ്റ്റ് ഒരു കോമൺ ലോജിക് ആണത്. ഓക്കെ, അപ്പോൾ ഇത് തന്നെ ഇവിടെ കിട്ടി. ഇനി 1A 4, ഇപ്പോൾ 1 into 1 അതെന്തായാലും 1 ആയിരിക്കില്ല, അതിന് 5 വെച്ച് നോക്കാം. നമുക്ക് 5 into 5 എന്നാണ് വരുന്നത്. ഓക്കെ, ഇത് വരുന്ന സമയത്ത് ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 5 into 5 25, 5 2 22 അല്ലേ? ബാക്കി 2 ഇവിടെ കിടക്കുന്നുണ്ട്. ഇനിയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അതായത് ഇതിന് ഏന് ഓരോ വാല്യൂ നിങ്ങൾ ഇട്ട് നോക്കുക, അതാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ A4 ഇട്ട് കൊടുത്തു എന്ന് വെച്ചോളൂ. 5 into 4 22, വീണ്ടും 2 2 വരെ 7, അത് വരില്ല. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ ഇട്ട് നോക്കൂ, 5 ഇട്ട് നോക്കൂ. 5 ഇട്ട് നോക്കി കഴിഞ്ഞാൽ 5 into 5 25 27, വീണ്ടും നോ. പിന്നെ 6 ഇട്ട് നോക്കൂ, 5 into 6 30 32, നോ, വരുന്നില്ല. പിന്നെ 7 ഇട്ട് നോക്കൂ, 5 into 7 എത്രയാണ്? 35. ഓക്കെ, 35 പ്ലസ് 2 37, 7 തന്നെ വരുന്നുണ്ട്. യെസ്. ഓക്കെ, പിന്നെ എത്രയാണ്? അപ്പോൾ ബാക്കി എത്ര വരിക? 3. 5 into 1 ബാക്കി 8. 8 7 2 5 കറക്റ്റായിട്ട് വന്നു. സോ 7 ആണ് ഇതിൻ്റെ ഉത്തരം. കിട്ടിയില്ലേ? ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ട്വിസ്റ്റഡ് ആണ്, പക്ഷേ യു ക്യാൻ സോൾവ് ഇറ്റ്. ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ഉള്ള ഒരാൾക്ക് കണ്ട അപ്പം മനസ്സിലാവും ഇതെന്താ സംഭവം. 1/2 മൈനസ് 1/3. ഇതിനെ 1/2 1 divided by 2/3 സിംപ്ലിഫിക്കേഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇതെന്താണ്? 1/3 മൈനസ് 1/4, ഇങ്ങനെ പോവും. പ്ലസ് അവസാനം എത്രയാണ്? 1/9 മൈനസ് 1/10. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ മൈനസ് 1/3യും പ്ലസ് 1/3 ഒക്കെ ക്യാൻസൽ ആവും. മൈനസ് 1/4 പ്ലസ് 1/4 ഒക്കെ ക്യാൻസൽ ആവും. ലാസ്റ്റ് ഈ പ്ലസ് 1/9 വരെ ക്യാൻസൽ ആവും. ഏറ്റവും അവസാനം ഉണ്ടാവും 1/2 മൈനസ് 1/10. ഓക്കെ, ഞാനിങ്ങനെ ഡയറക്റ്റായിട്ട് എഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നോക്കാം. 1/6 ഇതെന്താണ്? 1/2 മൈനസ് 1/3 എന്ന് കൊടുത്താൽ എത്ര വരും? ഓക്കെ, സോ രണ്ടിൻ്റെ LCM ആണ് 6. 3 മൈനസ് 2 എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. ദാറ്റ് ഈസ് 1/6. ഓക്കെ, ഈ സിംപ്ലിഫിക്കേഷൻ നിങ്ങൾ പ്രാക്ടീസ് ഉണ്ടായിരിക്കണം, അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. സോ ഇതാണ് ഇതിൻ്റെ ഉത്തരം. ഇതിൻ്റെ കോമൺ LCM എത്രയാണ്? 10. മേലെ വരുമ്പോൾ 5 മൈനസ് എത്ര വരും? 1. ദാറ്റ് ഈസ് 4/10. ഇതിനല്ലെങ്കിൽ 2/5 എന്ന് എഴുതാം. ഇതാണ് ഇതിൻ്റെ ഉത്തരം. കിട്ടി? ഇത് വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ, നെക്സ്റ്റ്, എ സ്റ്റുഡൻറ് സ്കോർ 30% ഇൻ എക്സാം. ഹി നീഡ്സ് 10% മോർ ഓഫ് ഹിസ് മാർക്സ്. അപ്പോൾ അയാൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണ്? 30%. അതിൻ്റെയും 10% കൂടണം. 30%ൻ്റെ 10% എന്ന് പറയുമ്പോൾ എത്രയാണ്? 3%. സോ 30% പ്ലസ് 3, ദാറ്റ് ഈസ് 33%. കിട്ടി? ഓക്കെ, ആൻഡ് പേഴ്സൺ ഇൻവെസ്റ്റഡ് എമൗണ്ട് എത്രയാണ്? സിമ്പിൾ ഇൻട്രസ്റ്റിൽ 8% ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫോർ 2 years അല്ലേ? 2 വർഷത്തിന് സിമ്പിൾ ഇൻട്രസ്റ്റ്, സാധാരണ പലിശയ്ക്ക്. ഓക്കെ, ഇഫ് യു ഇൻവെസ്റ്റഡ് ദ സെയിം എമൗണ്ട് കോമ്പൗണ്ടഡ് ആനുവലി ഓക്കെ for 2 years, then the difference between the interest amount would be 5%. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രകാരം ഒരു വർഷം 8%, രണ്ടാമത്തെ വർഷം വീണ്ടും എത്രയാണ്? 8%, മൊത്തം എത്രയാണ്? 16%. അതും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ കൂട്ടുപലിശയും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ അത് 5%. അപ്പോൾ പ്ലസ് 5% ചെയ്താൽ 21% വരും. ഓക്കെ, അതാണ് ഡിഫറൻസ്. കോമ്പൗണ്ടിൻ്റെയും സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെയും ഡിഫറൻസ് അതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് തന്നെ പറയാം. കാരണം എന്താണ്? ഒരു ചെറിയൊരു ഫോർമുലയുണ്ട്, R+R+R²/100 കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഡിഫറൻസ്. ഓക്കെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണ് എന്നുള്ളത് 2 വർഷത്തിൻ്റെ. ഓക്കെ, ഈ ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അത് ഇറ്റ്സ് നത്തിങ് ബട്ട് 2R + R²/100. ഇതിൽ ഏത് ഇട്ട് കൊടുത്താലാണ് 21% കിട്ടുക? 10%. അല്ലേ? 10 + 10 20, R², 100 + 100 1. ഓക്കെ, സോ ദാറ്റ് ഈസ് 10%. ഇങ്ങനെയാണ് നിങ്ങൾ സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതൊക്കെ നമ്മളുടെ മോക്ക് ടെസ്റ്റുകളിലുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. ദെൻ മാർക്ക് ഒബ്റ്റെയിൻ ഇൻ ഇംഗ്ലീഷ് ആൻഡ് സയൻസ് എക്സാം. ഓ മാൻ, ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മോക്ക് എക്സാംസിൽ ഇതൊക്കെ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്. ഓക്കെ, ഇംഗ്ലീഷും സയൻസും. പിന്നെ
സയൻസും ഹിസ്റ്ററി എത്രയാണ്? ഇത് ഹിസ്റ്ററി. സോ സയൻസും ഹിസ്റ്ററിയും വരുമ്പോൾ 3:5 വന്നോട്ടെ. ഇത് 2 ഇവിടെ എടുത്ത് എഴുതുന്നു, ഇവിടെ 3 എഴുതുന്നു. സോ എത്രയാണ്? 9, 6, 10. ഫൈൻഡ് ദ ഹയസ്റ്റ് മാർക്ക് ഇഫ് ആവറേജ് മാർക്ക് ഈസ് 25. സിമ്പിൾ കോൺസെപ്റ്റ്. നമ്മൾ എന്ത് ചെയ്യും? 9x + 6x + 10x ഡിവൈഡഡ് ബൈ 3, 25. ഓക്കെ, ഇത് ജസ്റ്റ് ചെയ്ത് നോക്കൂ. 15, 25, 25x = 75 എന്ന് വരും. എക്സിൻ്റെ വാല്യൂ 3. ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 10. അതായത് ഹിസ്റ്ററിയുടെ മാർക്കാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ എന്താവും? 30. അതിൻ്റെ വാല്യൂ 30 അല്ല, ക്ഷമിക്കണം. ഏറ്റവും വലുത് ഏതാണ്? യെസ്, 3. x = 3. സോ 10 × 3 30. യെസ്, 30 ആണ് അതിൻ്റെ ഉത്തരം. കിട്ടി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇഫ് ദ 6th term of an arithmetic progression is 12, what is the sum of 11 terms of that AP? ഇതും ഞങ്ങളുടെ മോക്ക് ടെസ്റ്റിലുള്ളൊരു ചോദ്യമാണ്. ഇത് വളരെ സിമ്പിളാണ്. അതായത് ഒരു 11 നമ്പർ ഉണ്ട്. 11 നമ്പർ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5. 6ാമത്തെ ആൾ മിഡിൽ ഉള്ള ആളാണ്. ഓക്കെ, 7, 8, 9, 10, 11. ഓക്കെ, ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ 12 × 11. മിഡിലുള്ള ആളുടെ ടേമിൻ്റെ വാല്യൂ എത്രയാണോ അത് ഇൻറ്റു ഫൈനൽ ടേം എത്രയാണ്? 11 ടേംസ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ വാല്യൂ, സമ്മിൻ്റെ വാല്യൂ. ഇതിൻ്റെ ഫോർമുലയൊക്കെ ഉണ്ട്, പക്ഷേ ഇതാണ് ഇതിൻ്റെ ലോജിക്. പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ല, ഇവർ വളരെ ഈസി ആയിട്ട് തന്നെയാണ് തന്നിരിക്കുന്നത്. പക്ഷേ കുറച്ച് ഇൻഡെപ്ത് നോളേജ് ഉള്ള ഒരാൾക്ക് മാത്രമേ ഇത് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ വുഡൻ ആർട്ടിക്കിൾ, ഒരു വുഡ് ഉള്ള ആർട്ടിക്കിൾ ഉണ്ട്. സ്കൂപ്പിംഗ് ഔട്ട് ഓഫ് ദ ഹെമിസ്പിയർ ഓഫ് റേഡിയസ്. ഒരു സിലിണ്ടർ ആണ്. സിലിണ്ടറിൻ്റെ ഹെമിസ്പിയർ കട്ട് ചെയ്തെടുക്കണം. ഇവിടെ കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, സോ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ എന്താണ്? അത് ഒന്നിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മേലെയുള്ള ഏരിയ πr², താഴെയുള്ള ഏരിയ πr². ഓക്കെ, പ്ലസ് ഈ ഒരു ചെറിയൊരു സൈഡും കൂടി വരും. പിന്നെ ഇതാണ് ഹെമിസ്പിയർ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു ഇതും കൂടി വരും. അത് എത്രയാണ്? അത് കേർവ്ഡ് സൈഡാണ്, 2πrh. ഓക്കെ, സോ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 2 ഏരിയ, ടോപ്പ് ഏരിയയും ബോട്ടം ഏരിയയും പ്ലസ് ആ കേർവ്ഡ് ഏരിയ. സോ അതിൻ്റെ ഉത്തരം ഇതാണ്, 2πrh + 4πr². ഓക്കെ, നമുക്ക് അടുത്ത സെറ്റും കൂടി നോക്കാം. ഇതൊക്കെ ഏറ്റവും എളുപ്പമുള്ള പ്രോബ്ലംസ് ആണ്. ഇതൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നിങ്ങൾക്ക് കുറേ സോൾവ് ചെയ്ത് വന്നിട്ടുണ്ട്. A can construct a building in 20 days. B can do the same work in 20. So 20 to 30 to 60 to ഇവരെല്ലാവരും ടോട്ടൽ വർക്ക് എത്രയായിരിക്കണം? ഇതിൻ്റെ LCM ആണ്. അതായത് 60, 60, 60. ഓക്കെ, ഒരു ദിവസം ഇയാൾ ചെയ്യുന്ന ജോലി എത്രയായിരിക്കും? ഇത് 3 യൂണിറ്റ് ചെയ്യണം. ഇയാൾ 2 യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യും. ഇയാൾ 1 യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾ ആരാണ്? A ആണ്. അല്ല സോറി, A ആണ്. കാരണം ഒരു ദിവസം 3 യൂണിറ്റ് ഓഫ് വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ഡൺ. സോ 3 പേരും കൂടി ഒരുമിച്ച് ജോലി ചെയ്ത് കഴിഞ്ഞാൽ 6 യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യും ഒരു ദിവസം. ഇവർക്ക് ടോട്ടൽ ദിവസം എത്ര വേണം കംപ്ലീറ്റ് ചെയ്യാൻ? എല്ലാവരും കൂടി കംപ്ലീറ്റ് ചെയ്യാൻ 60 ÷ 6. അത് എത്രയാണ്? 60 ÷ 6 എത്രയാണ്? 10. കിട്ടി. ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഉത്തരം. ഇനി അടുത്തത് നോക്കാം. എ കാർ ട്രാവൽസ് 120 km with 80 km സ്പീഡ്. സോ 120 ÷ 80. പെട്ടെന്ന് ചെയ്യുമ്പോൾ എത്ര വരും? 4 3 കൊണ്ട് പോകില്ല, 2 കൊണ്ട് പോകും അല്ലേ? That is 3/2. 1.5 hours കംപ്ലീറ്റ് ആവും ഈ ഒരു ഡിസ്റ്റൻസ്. ആദ്യത്തെ ഡിസ്റ്റൻസ്. ഓക്കെ, രണ്ടാമത്തെ ഡിസ്റ്റൻസ് 110 × 110 1 മണിക്കൂറിൽ കംപ്ലീറ്റ് ആവും. കാരണം 110 ÷ 110 ആണ്. മൂന്നാമത്തെ ഡിസ്റ്റൻസോ 90 km 60. സോ 9/6 അല്ലേ? 9/6 എന്ന് പറയുമ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3/2 അഗെയിൻ. ഇതും 1.5 മണിക്കൂറിൽ കംപ്ലീറ്റ് ആവും. സോ 1.5 മണിക്കൂർ മൊത്തം 4 മണിക്കൂറിലാണ് ഈ ടോട്ടൽ ജേർണി കംപ്ലീറ്റ് ആവുന്നത്. എത്ര കിലോമീറ്റർ അവർ ട്രാവൽ ചെയ്തിട്ടുണ്ട്? 120, 110, അതായത് 230 + 320 ആണോ? അല്ല, 120 + 230, 320 കിലോമീറ്റർ. 320 കിലോമീറ്റർ 4 മണിക്കൂർ കൊണ്ട് ടോട്ടലി കവർ ആവും. ആവറേജ് സ്പീഡിൽ എത്രയാണ് സ്പീഡ് വരിക? 80 km/h. ഇത് നിങ്ങൾ 2 എണ്ണം വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ബൈ ഹാർട്ട് അടിച്ചിട്ടുണ്ടാവുക. പക്ഷേ ലോജിക് ഇതാണ്. ഏറ്റവും ബെസ്റ്റ് മെത്തേഡും ഇതാണ്. കുറച്ച് പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റണം, സോൾവ് ചെയ്യാൻ പറ്റണം. അത് പ്രാക്ടീസിലൂടെ വരുള്ളൂ.
ഇതെല്ലാം ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ദിസ് ഇസ് വെരി വെരി ഈസി. ഇതൊന്നുമില്ല, ഇതെന്താണ് A1/3 ഇങ്ങനെ എഴുതാൻ പറ്റിയെങ്കിൽ കഴിഞ്ഞു. ഓക്കെ, ക്യൂബ് റൂട്ടിന് ഇന്ന് ഇതെന്താണ് A4/6 ഇൻറ്റു B4/6. 4/6 എന്ന് പറഞ്ഞാൽ 2/3. അപ്പോൾ A എന്തായിട്ട് മാറും 1/3 പ്ലസ് 2/3. B എന്തായിട്ട് മാറും 1/3 പ്ലസ് 2/3. എന്താ വാല്യൂ? 2/3 പ്ലസ് 1/3 എന്ന് പറഞ്ഞാൽ 3/3 1. ഇതും അതേമാതിരി തന്നെ വാല്യൂ ഇസ് AB. കിട്ടി? കിട്ടി? ഓക്കെ, യാ. സോ നെക്സ്റ്റ് ABDEHIMN. AB ഒരു വാല്യൂ വിട്ടു, C എന്ന് പറഞ്ഞ് വിട്ടു. ഓക്കെ, DE, FGH രണ്ടെണ്ണം വിട്ടു ഇവിടെ. ഓക്കെ, JKL മൂന്നെണ്ണം വിട്ടു. MN, OPQR അവസാനം ST. കാരണം കുറേ ട്വിസ്റ്റർ തന്നിട്ടുള്ള നടുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനത്തെ വളരെ എളുപ്പമുള്ളതും അവർ നൽകിയിട്ടുണ്ട്. ഓക്കെ, ഇനി എ ഗേൾ സ്റ്റാർട്ട് ഫ്രം ദ പോയിന്റ് A, വാക്സ് 4 മീറ്റർ ഈസ്റ്റ്. ഒരു A, ഇതാണ് പോയിന്റ്, ഇതാണ് ഈസ്റ്റ് കേട്ടോ, അറിയാലോ. ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്, നോർത്ത്, സൗത്ത്. ഡയറക്ഷൻസിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 4 മീറ്റർ ഈസ്റ്റ്, 4 മീറ്റർ, 3 മീറ്റർ നോർത്ത്, പിന്നെ 3 മീറ്റർ നോർത്ത്, അതാണ് ഉദ്ദേശിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്താണ് 3 മീറ്റർ നോർത്ത്, അവിടെ നിന്ന് നോർത്തിലോട്ട് ട്രാവൽ ചെയ്തു. ഓക്കെ, 3 മീറ്റർ നോർത്ത്, പിന്നെ 4 മീറ്റർ വെസ്റ്റ്, അവിടെ നിന്ന് തിരിച്ച്, അതല്ലേ ഈസ്റ്റിൽ പോയിട്ട് പിന്നെ തിരിച്ച് വെസ്റ്റിലോട്ട് വരണമല്ലോ, 4 മീറ്റർ വെസ്റ്റ്. പിന്നെ ഇവരെന്ത് ചെയ്തു, 3 മീറ്റർ സൗത്തിലോട്ട് വന്നു. സൗത്ത് എന്ന് പറഞ്ഞാൽ താഴെ, അപ്പോൾ പോയ സ്ഥലത്ത് തന്നെ തിരിച്ചു വന്നു, അതാണ് 3 മീറ്റർ. എവിടെയാണ്? അറ്റ് A itself. ഇതൊക്കെ വളരെ എളുപ്പമല്ലേ? ഇനി ബുക്കിന് നോളേജ്, ഫുഡിന് എന്താണ്? ഫുഡിന് ഹങ്കർ അല്ലേ? യെസ്, ബുക്കിന് നോളേജ് ഉണ്ട്, നോളേജ് ആണ്. ബുക്കിൽ നിന്ന് എന്ത് കിട്ടും? നോളേജ്. ഫുഡ് കഴിച്ചാൽ എന്താണ്? ഹങ്കർ സാറ്റിസ്ഫൈ ആവും. ഓക്കെ, 5 ദ ഓഡ് വൺ ഔട്ട്, ബിറ്റ്, ഒരു ബിറ്റ്. ഓക്കെ, ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റ്സ്, നിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ബിറ്റ്സ്, കിലോ ബൈറ്റ് എന്ന് പറഞ്ഞാൽ 1024 ബൈറ്റ്സ് ആണ്. അപ്പോൾ അത് ഇൻറ്റു 8 ചെയ്യണം, 8 ബിറ്റ്സ്. സോ ഇതെല്ലാം ഒരു പാക്കേജ് അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള സംഭവങ്ങളാണ്. ബിറ്റ് മാത്രമാണ് ഇതിൽ ഓഡ് വൺ ആയിട്ട് നിൽക്കുന്നത്, ഒരു ബിറ്റ്. ഓക്കെ, ബിറ്റിന് താഴെ ഒരു യൂണിറ്റ് ഇല്ല, അല്ലേ? സോ ഈ സെറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമുക്കിനി അടുത്തതിലോട്ട് കിടക്കാം. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഡി ഈസ് എ ബ്രദർ ഓഫ് എ. ഓക്കെ, സോ ഡി എന്ന് പറയുന്നത് എന്റെ ബ്രദർ ആണെന്ന് പറയുന്നു. ഓക്കെ, ആൻഡ് ഡി ഈസ് എ സൺ ഓഫ് സി, സിന്റെ സണ്ണാണ് അത്ര. സിന്റെ ജെൻഡർ പറയുന്നില്ല. ഓക്കെ, ആൻഡ് ബി ഈസ് സീസ് ഫാദർ. ബി ഒരു ലെയറും കൂടി മേലെ. ബി എന്താണ്? ബിന്റെ സിന്റെ ഫാദർ ആണെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? വാട്ട് ഈസ് എ ഓഫ് ബി? എന്തായാലും ഗ്രാൻഡ് സൺ ഓർ ഗ്രാൻഡ് ഡോട്ടർ. പക്ഷേ 2 ഓപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് ഇതല്ല. സോ നൺ ഓഫ് ദീസ് എന്ന് കൊടുക്കാം. പിന്നെ കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല, കാരണം ജെൻഡർ പറഞ്ഞിട്ടില്ല, അതാണ് ഇവിടുത്തെ ട്രാപ്പ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. എ ഡയറക്ഷൻ പോൾ വാസ് ഓൺ ദ ക്രോസിംഗ്. ഓക്കെ, ഒരു ഡയറക്ഷൻ പോൾ ഉണ്ടായിരുന്നു. നമുക്ക് നോക്കാം. ഇത് പൊതുവേ ഡ്യൂ ടു ആൻ ആക്സിഡന്റ് ദ പോൾ ടേൺ ഇൻ സച്ച് എ മാനർ ദ പോയിന്റർ വാസ് ഷോയിങ് ഈസ്റ്റ്. ഓക്കെ, ഇപ്പം ഇതെന്താണ്? നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് അല്ലേ? ഉറപ്പല്ലേ? ഒരു പോയിന്റർ ഉണ്ടായിരുന്നു, അത് ഈസ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഒരു പോയിന്റർ. ഗുഡ്. ഓക്കെ, ഈസ്റ്റ് എന്ന് കാണിക്കുന്ന ഒരു പോയിന്റർ ഉണ്ടായിരുന്നു. അത് ആക്സിഡൻ്റ് ആയപ്പോൾ അത് മൊത്തം ഷിഫ്റ്റായി. ഇപ്പോൾ നമ്മൾ ഒരു ഡയറക്ഷനുള്ള ഒരു കമ്പ് അല്ലെങ്കിൽ ഒരു പോൾ ഉണ്ട്. ഓക്കെ, ഡിഫറെൻറ്റ് ഡയറക്ഷൻ കാണിക്കും. ഈസ്റ്റ് എന്ന് പറഞ്ഞൊരു ഡയറക്ഷൻ കാണിക്കണം. അവിടെ പെട്ടെന്നൊരു കാർ വന്നിടിച്ചു, അപ്പോൾ മൊത്തത്തിൽ ചേഞ്ച് ആയി. അപ്പോൾ ഈസ്റ്റ് എന്നുള്ളത് എന്തായി മാറി? ഇപ്പോൾ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ സൗത്ത് ആയിട്ട് മാറി. ഓക്കെ, ഇപ്പോൾ ഒരു 90 ഡിഗ്രി ഷിഫ്റ്റ് നടന്നിട്ടുണ്ട്, ഈസ്റ്റ് സൗത്ത് ആയിട്ട് മാറി. അപ്പോൾ ഇതെന്താവും? ഇവിടെയും ഷിഫ്റ്റ് ആവും. നോർത്ത് എന്നുള്ളത് ഈസ്റ്റ് ആയിട്ട് മാറും, വെസ്റ്റ് എന്നുള്ളത് നോർത്ത് ആയിട്ട് മാറും. ഇവിടെയും ഷിഫ്റ്റ് ആവും. എന്താണ്? സൗത്ത് എന്നുള്ളത് എന്താവും? വെസ്റ്റ് ആയിട്ട് മാറും. ഇനി ബേസ്ഡ് ഓൺ ദ ന്യൂ പോയിന്റർ രമേശ് വെന്റ് ടു ദ വെസ്റ്റ്. പുതിയ പോയിന്റർ പ്രകാരം എന്താണ്? വെസ്റ്റ് ഇങ്ങോട്ടാണ് അല്ലേ? പക്ഷേ യഥാർത്ഥത്തിൽ അയാൾ പോകുന്നത് എങ്ങോട്ടാണ്? സൗത്തിലോട്ട്. ഓക്കെ, സിമ്പിൾ അല്ലേ? അടുത്ത് നോക്കാം. 15th ഓഗസ്റ്റ് വാസ് ഓൺ മൺഡേ. കലണ്ടറിൻ്റെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മളുടെ സെഷൻസിലൊക്കെ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്.
നമുക്ക് നോക്കാം. വാട്ട് ഡേ ഓഫ് ദ വീക്ക് വാസ് 25th December 2026. അപ്പോൾ 15th ഓഗസ്റ്റും 25th ഡിസംബറും തമ്മിലുള്ള ഡിഫറൻസ് നമ്പർ ഓഫ് ഡേയ്സിൻ്റെ കണ്ടുപിടിക്കണം. ഓഗസ്റ്റിൽ എത്ര 31 ദിവസമുണ്ട്, 15 + 16. സെപ്റ്റംബറിൽ മൊത്തം 30 ദിവസമുണ്ട്, ഒക്ടോബറിൽ 31 ദിവസമുണ്ട്, നവംബറിൽ 30 ദിവസമുണ്ട്, പ്ലസ് ഡിസംബർ 25. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് എത്ര വരും? 30, 30, 90, 91, 91 പ്ലസ് 16, 107, 107 പ്ലസ് 25 എത്രയാണ്? 132 അല്ലേ? സോ 132നെ ഞാൻ എന്ത് ചെയ്യണം? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എത്രയാണ്? 1 ടൈം, പിന്നെ 62, ബാക്കി 56, 6 എൻ്റെ റിമൈൻഡർ ആയിട്ട് വരിക. ഓക്കെ, സോ 6 ഓഡ് ഡേയ്സ്. അപ്പം മൺഡേ കഴിഞ്ഞിട്ട് എത്രയാണ്? ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. സൺഡേ ആണ് ഇതിൻ്റെ ഉത്തരം. കിട്ടി, ഫിനിഷ്ഡ്. ഓക്കെ, അടുത്തതിലോട്ട് കിടക്കാം. യൂണിറ്റ് ഡിജിറ്റ്. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതിൻ്റെ മെത്തഡോളജി, ഇത്തരത്തിലുള്ള ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. 1:1, 1:2, 1:3 എത്ര ചെയ്താലും 1 തന്നെയാണ് എൻ്റെ യൂണിറ്റ് ഡിജിറ്റ് അല്ലേ? 4 4:1 എന്ന് പറഞ്ഞാൽ 4, 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16, പിന്നെ 4 ക്യൂബ് എന്ന് പറഞ്ഞാൽ 64. സോ 4, 6, 4, 6 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ എത്രയാണ്? 4:9 ആണ്. ഒരു ഓഡ് നമ്പറാണ് വന്നിരിക്കുന്നത്. 4:1 എത്രയാണ്? 4. സോ 4 തന്നെയാണ് ഇതിൻ്റെ വാല്യൂ. 7 എങ്ങനെയാണ്? അപ്പോൾ 7:1 എന്ന് ചെയ്തു എന്ന് വെച്ചു. 7 ആണ് ഉത്തരം. 7 സ്ക്വയർ ആണെങ്കിൽ ഏറ്റവും ലാസ്റ്റത്തെ നമ്പർ ഏതാണ് വരിക? 9. 7 ക്യൂബ് ആണെങ്കിൽ ഏറ്റവും ലാസ്റ്റത്തെ നമ്പർ ഏതാ വരിക? 9 × 7 63. സോ 3. 7:4 ചെയ്താൽ അവസാനത്തെ നമ്പർ ഏതാ വരിക? 3 × 7 21, അവസാനം 1. 7:5 ചെയ്താൽ വീണ്ടും റിപ്പീറ്റ് 7931, 7931 എന്ന് പറഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യും. എൻ്റെ ക്ലാസ് കണ്ടവർക്ക് അറിയാം, ഞാൻ വളരെ മെല്ലെ അതിൽ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, സോ ഇതെങ്ങനെയാണ്? 18ാമത്തെ ടേം. സോ 18 ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ റിമൈൻഡർ എത്ര? 2. സോ 9 ആണ് ഏറ്റവും ലാസ്റ്റത്തെ യൂണിറ്റ് ഡിജിറ്റ് വരിക. ഇനി എന്താണ്? 9 × 4 36. അവസാനം വരുന്ന ഡിജിറ്റ് 6. കിട്ടി. ഓക്കെ, ഇനി അടുത്തത് കുറച്ച് കോംപ്ലക്സ് ആണ്. നമുക്ക് നോക്കാം. 112 + 115. ഇതിന് നിങ്ങൾക്ക് സമയമെടുക്കും. ഒന്നില്ലെങ്കിൽ നിങ്ങളത് നല്ല രീതിയിൽ വിട്ടിരിക്കണം. നല്ല പ്രാക്ടീസ് ഉള്ള ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് +3, ഇത് കഴിഞ്ഞ് പോയാൽ +10, ഇതും പോയി കഴിഞ്ഞാൽ 15. ഒരു പാറ്റേൺ ഇവിടെ കിട്ടുന്നില്ല. പക്ഷേ ഇതിൻ്റെ വാല്യൂ എങ്ങനെയാണെന്ന് വെച്ചാൽ സിമ്പിളാണ്. ഇത് 2 സ്ക്വയർ - 1 ഫസ്റ്റത്തെ. ഓക്കെ, എത്രയാണ്? 4 - 1 3. ഓക്കെ, ഈ 3 കിട്ടിയില്ലേ? കിട്ടി. അടുത്തതിൽ 3 സ്ക്വയർ + 1 എത്രയാണ്? 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9, 9 + 1 എന്ന് പറഞ്ഞാൽ 10. കിട്ടിയില്ലേ? ഓക്കെ, കിട്ടി. ഡൺ. ഇനി അടുത്തത് എന്താണ്? 4 സ്ക്വയർ - 1, 16 - 1 15. കിട്ടിയില്ലേ? 140ലോട്ട് പോകുന്നത്. യെസ്. അടുത്ത എന്തായിരിക്കും? 5 സ്ക്വയർ + 1 140, 25 + 1 26, 140 + 26 166. ഉത്തരം ഡി. ഓക്കെ, സോ ഇതിൻ്റെ മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി എൻ്റെ സെഷൻസിൽ ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. മോക്ക് ടെസ്റ്റുകളിൽ ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. നിങ്ങളത് കണ്ടിരുന്നെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നു 80% അല്ല 90% ഓഫ് ദ പ്രോബ്ലംസ് നമ്മൾ ഓൾറെഡി കണ്ടു തന്നെയാണ്. ഇപ്പോൾ കലണ്ടറിൻ്റെ പ്രോബ്ലം ആണെങ്കിലും ശരി, യൂണിറ്റ് ഡിജിറ്റ്, പാറ്റേൺ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഡയറക്ഷൻ റിലേറ്റഡ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ബ്ലഡ് റിലേഷൻ, ടൈം ആൻഡ് വർക്ക്, റേഷ്യോ, ഇതൊക്കെ ഞങ്ങളുടെ ആ സെയിം പാറ്റേണിൽ ചോദിച്ച ചോദ്യമാണ്. ഈവൻ പെർസെൻറ്റേജ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉൾപ്പെടെ എല്ലാം സെയിം പാറ്റേൺ ആണ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചെയ്യണം. ഞങ്ങളുടെ റിക്വസ്റ്റ് ആണ്. എസ്പെഷ്യലി അതിൽ മാത്തൊക്കെ വളരെ എക്സ്റ്റെൻസീവ്ലി സോൾവ് ചെയ്തിരിക്കുകയാണ്. പിന്നെ വേറൊരു സംഭവം കൂടി വരുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് പിന്നീട് ഒരു അപ്ഡേറ്റ് തരും. ഓക്കെ, താങ്ക് യു സോ മച്ച്.